രാജാവും രാജ്യവാഴ്ചയും പണപ്പെട്ടിയും പിന്നെ സ്വന്തമായിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി കണ്ണാടിയുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു ടാസ്കും. ഇതൊക്കെ മേലെ എന്താണ് ഇന്ന് നടന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ പ്ലാന് ഫുള്ളും ഫ്ലോപ്പാക്കിയത് സായിയാണ്. കാരണം സായിക്കത് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും കണ്ടന്റെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് പോണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് സായിക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ സായി വെയിറ്റ് ചെയ്തില്ല. പെട്ടി കൊണ്ടുവച്ച് 10ാമത്തെ മിനിറ്റ് പെട്ടി എടുത്തപ്പോൾ ബിഗ് ബോസ് മേക്കേഴ്സ് എല്ലാം കൂടെ എൻ്റെ പൊന്ന് തമ്പുരാനെ ഇനി എന്ത് ടാസ്ക് കൊടുക്കും എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനും അങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ. കാരണം ഇവർ അവസാനം വന്ന സമയത്ത് ചിന്തിച്ച് വന്നപ്പോൾ ആരും എടുക്കാത്ത അവസ്ഥയായിരുന്നു. അതായത് എല്ലാവരും ആദ്യം 50ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടി ഈ സംസാരമായിരുന്നു. പക്ഷേ അവസാനം വന്നപ്പം സായി ഞാൻ 10 ലക്ഷത്തിന് മുകളിലേ എടുക്കുള്ളൂ. നന്ദന ഞാനൊരു 7 എനിക്ക് വീടിന് വേണ്ടി. നന്ദന ഇപ്പം ഇല്ല ഞാൻ പറഞ്ഞത്. സിജോ ഞാൻ എടുക്കൂല. അർജുൻ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഋഷി എനിക്ക് കടവലോണൊക്കെ ഉണ്ട്, എന്നാലും ഒരു 10 ആണെങ്കിൽ നോക്കും. അഭിഷേക് ഞാനും 10ന് മുകളിൽ എടുക്കൂല, എന്നാലും ഒരു 15 ആണെങ്കിൽ ചിലപ്പോൾ എടുക്കും. ജാസ്മിൻ നോറ ഒരു 7, 8, 9 ആണെങ്കിൽ അപ്പോൾ ജിൻഡോ ഞാൻ എടുക്കൂല. ശ്രീതു ഞാൻ ഒരു 6, 7, 7.5, 8, 8.5, 9 ആ ഒരു ലെവല്. പക്ഷേ അവസാനം പണപ്പെട്ടി കൊണ്ട് ബിഗ് ബോസ് ഇതെല്ലാം അവർ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണ് അവരൊരു എമൗണ്ട് കൊണ്ടുവെക്കുന്നത്. ഇവർ ഒരു കാരണവശാലും എടുക്കൂല എന്ന് തോന്നുന്നൊരു എമൗണ്ടേ ബിഗ് ബോസ് ആദ്യം കൊണ്ട് വെക്കുള്ളൂ. കാരണം പണപ്പെട്ടി കൊണ്ടുവെക്കുന്ന സീനുകൾ, പണപ്പെട്ടി വരുന്നു എന്ന് പറയുന്ന സീനുകൾ, ഇതിനെ ചുറ്റിപ്പറ്റി കണ്ടസ്റ്റൻസ് നിൽക്കുന്ന സീനുകൾ 10 മിനിറ്റ് ആയാ 10 മിനിറ്റ് എപ്പിസോഡ് ഇവർക്ക് കാണിക്കാനായ 40 മിനിറ്റിൽ മെയിൻ 10 മിനിറ്റ് കിട്ടിയ. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കാക്കിക്കൊണ്ട് 10 ലക്ഷം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുടെ ഫ്രണ്ടിൽ 10 ലക്ഷം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ എടുക്കും. ഒബ്വിയസ്ലി അവരെടുക്കും. അപ്പോൾ അതിൻ്റെ പകുതി വയ്ക്കും. അതിൻ്റെ പകുതി വെച്ച് അല്ലെങ്കിൽ 2 നമ്മൾ കഴിഞ്ഞ നമ്മൾ കണ്ടതാണ്. ആ ഒരു പണപ്പെട്ടി വെച്ച് അവർ എത്ര ദിവസം പോയി? എനിക്കൊന്ന് 2 ദിവസമാണോ 3 ദിവസമാണോ എനിക്ക് ഓർമ്മയില്ല. 2ാമത്തെ ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പം 2 ദിവസം അവർ ഓട്ടിച്ചു. അത് വെറൈറ്റി ടാസ്കുകളൊക്കെ പോലെ വെച്ച്. ഇനി എന്തായാലും ബിഗ് ബോസ് അടുത്ത തവണ ഇതുപോലത്തെ ചതി ചെയ്യത്തില്ല. കാരണം എപ്പോഴാണ് പെട്ടിയും തൂക്കി അപ്പം എടുത്തുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇവരൊക്കെ 10 കഴിഞ്ഞേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞതിന് അവസാനം 5 വന്നപ്പോൾ എടുത്ത് ബിഗ് ബോസ് പണി പാളി. 5 എടുത്താ ഇനി എന്തൊരു ചെയ്യുമെന്ന് പണപ്പെട്ടി അവർ എടുത്തില്ലായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആരെങ്കിലും എടുക്കുമോ, എമൗണ്ട് കൂടുമോ എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് കൊണ്ട് ലൈവ് സൂപ്പറായേനെ. എപ്പിസോഡ് അതിനേക്കാൾ അടിപൊളി സൂപ്പറായേനെ. പക്ഷെ സായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എടുത്തത്. ഒരു മനുഷ്യൻ, ഒരു പൂച്ച കുഞ്ഞ് കരുതിയില്ല സായി എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ സായി പെട്ടിയെടുത്തു. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് പറഞ്ഞ ഒരു സംഭവമാണ് ഈ പറയുന്ന ജാസ്മിൻ്റെ ഒരു ഇൻട്രോ പോലത്തെ ഒരു സംഭവം, ഋഷിയുടെ ഇൻട്രോ പോലത്തെ ഒരു സംഭവം. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ജിൻഡോ ശ്രീതു അവർക്ക് ഇന്നലെ കൊടുത്താലും ജിൻഡോ കുറച്ചും കൂടി വോട്ട് കിട്ടാനുള്ള രീതിക്ക് സ്ട്രാറ്റജിക്കൽ പരമായിട്ട് അത് റിയലായിട്ട് പറഞ്ഞതായിക്കോട്ടെ, ഗെയിമിൻ്റെ ഭാഗമായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ജിൻഡോ അത് സൂപ്പറായിട്ട് യൂസ് ചെയ്തു ആ സാധനം. കമ്പയർ ടു ശ്രീതു ജിൻഡോ കുറച്ചുകൂടി നന്നായിട്ട് യൂസ് ചെയ്തു. പക്ഷേ ഇന്ന് ഋഷിയും ജാസ്മിനും 2 പേരിൽ ആര് യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരും യൂസ് ചെയ്തില്ല. ഇവർ 2 പേരും നീ ഇപ്പം എന്തായി, നീ ഇപ്പം അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ ജാസ്മിനും പറഞ്ഞു. നീ ഇപ്പം എന്തായി, നീ ഇപ്പം അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ സെയിം ഋഷിയും പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ജാസ്മിൻ പറഞ്ഞൊരു സാധനമുണ്ട്, നിനക്ക് ആരും ഇല്ലെങ്കിലും അള്ളാഹ് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് അതിനകത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് നേരെ ബീൻ ബാഗിൽ വന്നിരുന്നുകൊണ്ട് നിൻ്റെ കൂടെ അള്ളാഹ് ഉണ്ടാവും, എപ്പോഴും പടച്ചോ നിൻ്റെ കൂടെ ഉണ്ടാവും, നീ അതിന് മാത്രം ഒന്നും ശരിയില്ല, പുറത്തിറങ്ങിയാലും പടച്ചോ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ഒരിക്കലും ഞാനൊരു മുസ്ലിമാണ്, ഒരിക്കലും ഞാൻ അത് വെച്ച് പറയുന്നതോ എനിക്ക് എൻ്റെ മതത്തിനോട് വിരോധം അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു റിവ്യൂവറാണ്. ഞാൻ അവരുടെ ഇമോഷൻസ് നോക്കിയിട്ട് പറയുന്ന സമയങ്ങളല്ല. അപ്പം നമുക്ക് ഒരു വ്യൂവിൽ നിന്ന് നോക്കുമ്പം എൻ്റെ കൂടെ അള്ളാഹ് ഉണ്ട്, പടച്ചനുണ്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മുസ്ലിം ഓഡിയൻസ് ഒരു അട്രാക്ട് ചെയ്യാനുള്ള, ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള മുതിർന്ന ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളൊക്കെ മുസ്ലിംസ് ആണ്, അല്ലെങ്കിൽ ഹിന്ദുസ് ആണ്, ക്രിസ്ത്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു 10-60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ ബിഗ് ബോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ കാണുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക്, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ കണക്ക് ദൈവം, വിശ്വാസം, പിന്നെ അങ്ങനെ കുറേ നമുക്ക് ഇല്ലാന്നല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പഴയ നമ്മുടെ 60s 90s ഭയങ്കര 90s 70s ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹ് എൻ്റെ കൂടെ ഉണ്ട്, പടച്ചവൻ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ യേശു എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പറയുന്ന സാധനമായിരിക്കും. പക്ഷേ ഇത് പുറത്ത് പോകുമ്പം അവർക്ക് നല്ല ഒരു ഒരു കമ്മ്യൂണിറ്റി വോട്ട് കിട്ടും.
കമ്മ്യൂണിറ്റിയോട്. ഇന്നിപ്പോൾ ജാസ്മിൻ ആ ഒരു വേർഡ് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന 100 പേരിൽ ഒരു 2-3 പേര് മാറ്റി ചിന്തിക്കും. മനസ്സിലായില്ലേ? ജാസ്മിനെ 100 പേർക്ക് ഇഷ്ടമില്ലാതിരിക്കുകയാണെങ്കിൽ ഒരു 2-3 പേര് നോക്ക് അവൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇന്ന് പടച്ചോനെ മറന്നില്ല, അവൾ അന്ന് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ജാസ്മിൻ്റെ ഗെയിമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ഒപ്പീനിയൻ ഇല്ല. പക്ഷെ ഗെയിം അല്ല എന്ന് പറയാൻ എനിക്ക് ജാസ്മിൻ്റെ മനസ്സിലാക്കുന്ന യന്ത്രവും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാനിത് ഈ ഒരു സംഭവം ഇങ്ങനെ ഇപ്പം നാളെ ഒരു സമയത്ത് ഞാൻ ബിഗ് ബോസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 5 നേരം നിസ്കരിച്ച് 5 നേരം നിസ്കരിച്ച് നോമ്പിൻ്റെ സമയമാണ്, നോമ്പൊക്കെ പിടിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ അതും കമ്മ്യൂണിറ്റി സംഭവമാണ്. ഏത് മനസ്സിലായോ? കമ്മ്യൂണിറ്റി വോട്ട് കിട്ടും. നോക്കാം പയ്യൻ നോക്ക് കളിക്കുന്നില്ലേ, നിസ്കരിച്ച് നോമ്പൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നത് കത്തിയ ആ സാധനം. അതിപ്പോൾ മുസ്ലിംസിനെന്നല്ല, മുസ്ലിംസിനത്തിൽ കൂടുതലാണ്. നമുക്ക് കുറച്ചുകൂടി ഭയങ്കര ഓർത്തഡോക്സ് ആണ് മുസ്ലിംസിൻ്റെ ഫാമിലി ആണല്ലോ, ഭയങ്കര ഓർത്തഡോക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി കുറച്ചുകൂടി കയറി പിടിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു എന്ന് കണ്ടപ്പോൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനത് ജാസ്മിൻ്റെ ഗെയിം ആണെന്നോ ഗെയിം അല്ലെന്നോ പറഞ്ഞാൽ ഈ ഒരു വേർഡ്, ഈ ഒരു പർട്ടിക്കുലർ വേർഡ് എൻ്റെ കൂടെ പടച്ചവനുണ്ട് അള്ള ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറേ ഉമ്മച്ചിമാരെ അല്ലെങ്കിൽ കുറേ വാപ്പച്ചിമാരെന്ത് ചെയ്യും, അവള് പടച്ചവനെ മറന്ന് കളിക്കാത്ത പെണ്ണാണ് അവൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വോട്ടൊക്കെ കുത്തും. അപ്പം അങ്ങനെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് വോട്ട് വേണമെങ്കിൽ വരുത്താം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ താഴെ ജാസ്മിൻ്റെ ആർമികൾ വന്ന് കമൻറ്റ് ചെയ്യാനോ, ഞാൻ മതത്തിനെതിരെ പറഞ്ഞൊന്നുമല്ല, ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്, ഹിന്ദിയും തമിഴൊക്കെ കാണുമ്പോൾ നമ്മളിതൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ്, അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് എനിക്കിന്ന് മെയിൻലി ഇന്നത്തേൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്തൊരു സാധനം ഇതാണ്. ഞാൻ ഓരോ ദിവസം എപ്പിസോഡ് ആകുമ്പോൾ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഹൈലൈറ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ ഒരു രാജവംശത്തിൻ്റെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നാട്ടിൽ രാജാവ്. അത് ഭയങ്കര എൻജോയ് ചെയ്ത് കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ ആ ഒരു സമയം വന്ന സമയത്ത് വളരെ എൻജോയ് ചെയ്ത് അവർ മുന്നോട്ട് കൊണ്ടുപോയി, ഫണ്ണിയൊക്കെ ആയിട്ട് കൊണ്ടുപോയി. പക്ഷേ ബിഗ് ബോസ് ഇടയ്ക്ക് വെച്ച് അവരെ വാൺ ചെയ്തു, ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ്, അപ്പം നിങ്ങളുടെ കോപ്രായങ്ങളൊന്ന് നിയന്ത്രിക്കണം എന്നുള്ള ഒരു ലെവലിൽ ബിഗ് ബോസ് അവരെ പിടിച്ച് വാൺ ചെയ്തു. പക്ഷെ അവർ അതിനും മാത്രമുള്ള ആ ഒരു ടൈമിലൊന്നും അവരങ്ങനെ കാണിച്ചില്ല. അപ്പം മെയിൻലി പറയുകയാണെങ്കിൽ ഈ പണപ്പെട്ടിയുടെ ഇഷ്യൂ സായി എടുത്തുകൊണ്ട് പോയത് 5 ലക്ഷം. എന്തിന് സായി 5 എടുത്തു എന്നുള്ളത് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ക്വസ്റ്റ്യനാണ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ? കുറച്ച് പേര് പറയുന്നു സായി മണ്ടനാണ്, സായി തോറ്റുപോയി, അങ്ങനെ എടുത്തു എന്ന്. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് സായി 5 ലക്ഷം ആരെങ്കിലും എടുക്കുമോ എന്ന് കരുതി എടുത്തതാണ്, ഇനി പണപ്പെട്ടി വരത്തില്ലല്ലോ 5 ലക്ഷം അങ്ങനെ എടുത്തതാണെന്ന്. കുറച്ച് പേര് പറയുന്നു സായി ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി പണപ്പെട്ടി വന്നപ്പോൾ തന്നെ പടപടാ വന്ന് എടുത്ത ആളാണെന്ന് പറഞ്ഞ് ഷോ ഓഫ് കാണിക്കാൻ, മാസ് കാണിക്കാനാണെന്ന്. കുറച്ച് പേര് പറയുന്നു നന്ദനയ്ക്ക് ആവശ്യം 5 ലക്ഷമാണ് അതുകൊണ്ട് എടുത്തു എന്ന്. എന്നാൽ മറ്റു ചിലർ പറയുന്ന കുറച്ച് സംഭവം സായിക്ക് 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ലേ എന്ന്. ഞാൻ വളരെ രസകരമായ ഒരു കമൻറ്റ് കണ്ടിരുന്നു, സായി 5 ലക്ഷം എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ എന്തിനി 5 ലക്ഷം എടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടാവും. അപ്പം ഞാൻ എന്തിന് 5 ലക്ഷം എടുത്തു എന്ന് സായി ഒരു വീഡിയോ ഇടുന്നത് തന്നെ നല്ല റീച്ച് പോയി, അതിൽ നിന്ന് ഒരു 15 ലക്ഷം സായി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ രസകരമായ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ അതിനകത്ത് സായിക്ക് ചിലപ്പോൾ ഒരു 20,000 മുതൽ 40,000 രൂപ വരെ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും സായിക്ക് ഡെയിലി പേയ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്. എൻ്റെ ഒരു ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ റേഞ്ച് വെച്ചാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് കൊടുക്കുന്ന ശമ്പളം ഡെയിലി പേയ്മെൻറ്റുകൾ കാണുമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 25,000 നമുക്ക് കൂട്ടാം. ഒരു 25,000 സായിക്ക് വെച്ചിട്ടുണ്ടെങ്കിലും ഇനി 12 ദിവസമുണ്ട്. ഈ 12 ദിവസം സായി നിൽക്കുമ്പോൾ തന്നെ 25,000 രൂപ വെച്ച് എത്ര രൂപയായി? ഏതാണ്ട് ഈ സായി എടുത്തുകൊണ്ട് പോയ ഈ മണി ബോക്സിലെ ടാക്സ് വെട്ടിക്കുറഞ്ഞ് ഏതാണ്ട് 3.25 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷമൊക്കെ ആയിരിക്കും കിട്ടുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതാണ്ട് അത്രയും എമൗണ്ടേ വരത്തുള്ളൂ സായി വീട്ടിൽ നിന്ന് കഴിഞ്ഞാലും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുറേ ലൂപ്പ് ഹോളുകൾ ഇതിനകത്തുണ്ട്. നമ്മൾ എടുക്കുന്ന പണം നമുക്ക് മുഴുവൻ കിട്ടത്തില്ല. ഇപ്പം ഞാൻ ഇപ്പം അതിനകത്ത് പോയി നിൽക്കുമ്പോൾ ഡെയിലി പേയ്മെൻറ്റ് 10,000 മുതൽക്ക് ഉള്ളവരുണ്ട്, 12,000 15,000 അവരുടെ ഓരോരുത്തരുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് അതിനകത്ത് ഡെയിലി പേയ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ 100 ദിവസം വീട്ടിൽ നിൽക്കുകയാണ്, എൻ്റെ പേയ്മെൻറ്റ് 10,000 ആണെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ ഓൾറെഡി അവിടെ നിന്നതിന് മാത്രം കിട്ടും, 100 ദിവസം നിന്നതിന് കിട്ടും. പക്ഷേ ഈ 100 ദിവസം നിന്ന് ഈ 10 ലക്ഷത്തിൽ നിന്ന് ചിലപ്പോൾ 2, 3, 3.5 ലക്ഷം രൂപ ടാക്സ് പോയിട്ട് ചിലപ്പോൾ 6.5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കുറച്ച് ടാക്സ് പോകും, പിന്നെ ഇതെല്ലാം തവണകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ 5 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ അതിന് 31% ടാക്സ് ഉണ്ടെന്നൊക്കെ ആരൊക്കെയോ കമൻറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടു. എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. വിന്നിങ് എമൗണ്ടിൽ നിന്ന് കഴിഞ്ഞ തവണയും കുറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടതാണ്. വിന്നിങ് എമൗണ്ടിൽ നിന്ന് കഴിഞ്ഞ തവണയും നാദറ 7.25 ലക്ഷം എടുത്തപ്പോൾ മാരാർക്ക് 50 ലക്ഷം തന്നെയാണ് കൊടുത്തത്. ഹിന്ദിയിലൊന്നും അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഇനി അപ്ഡേറ്റഡ് ആയോ എന്തോ, ബിഗ് ബോസ് ഇവർക്കും കൂടെ കൊടുക്കുക എന്നുള്ള ഒരു ലെവൽ ആയോ എന്തോ. ഇപ്പം തമിഴിൽ ഇപ്പം കഴിഞ്ഞ തമിഴ് സീസൺ 7ലും ഒരാൾ പണപ്പെട്ടി 16 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നു. പൂർണിമ 16 ലക്ഷം രൂപ എടുത്തിട്ടും വിന്നറായിട്ടുള്ള അർച്ചന രവിചന്ദ്രന് 50 ലക്ഷം തന്നെ കിട്ടി. 50 ലക്ഷത്തിലെ ചെക്ക് അവർ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് കാണാമല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇപ്പോൾ വിന്നിങ് എമൗണ്ടിൽ നിന്ന് കുറയുന്നില്ലേ, അതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നോക്കാം, ഇനി അടുത്ത പ്രൊമോ വരട്ടെ, അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം, ലൈവ് അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.